ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്ന് ഒരു ജ്വല്ലറി ഹോളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ നെക്ലേസ് കാണാം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നെക്ലേസ് ആണ്. ആദ്യം തന്നെ എൻ്റെ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഗോൾഡൻ മുത്തും കാണാം, വലിയ വൈറ്റ് മുത്തുകളും കാണാം. സോ വളരെ സിമ്പിളായിട്ടാണ് ഇവരിത് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ എംബലിഷ്ഡ് ആണ് ആൻഡ് ഓൾസോ നോർമൽ ലെങ്ത് ആട്ടോ വരുന്നത്. ചോക്കർ സ്റ്റൈലല്ല, പക്ഷെ നോർമൽ ലെങ്ത്തിൽ വരുന്ന ഒരു നെക്ലേസ് ആണ്. ഇനിയിപ്പോൾ ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹുക്കിൻ്റെ എണ്ണം കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ ഞാനിത് മിനിമം ലെങ്ത്തിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിന് നീളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് വേറെ ഏതൊരു കാണിച്ചു തരാം. അപ്പോൾ കുർത്തീൻ്റെ കൂടെയും നമുക്ക് പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ മിനിമലായിട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ലേസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ട്രിപ്പിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നെക്ലേസ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഒരു ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. നമുക്ക് നടുക്ക് ഇങ്ങനെ ഒരു ലോക്കറ്റ് പോലെ കാണാൻ പറ്റും. ബട്ടർഫ്ലൈ ആണ് ഇത് ഈ ലോക്കറ്റിൽ വരുന്നത് ആൻഡ് ഓൾസോ ഇതിനകത്ത് ഫുൾ സ്റ്റോൺ സ്റ്റട്ടഡ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ സിൽവർ കളറിലാണ് വരുന്നത്. സോ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. നമുക്ക് കൂടുതലായിട്ടും ട്രാവലിനൊക്കെ പോകുന്ന സമയത്ത് ജീൻസ് ടോപ്പിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആട്ടോ. സോ ഇതിൻ്റെ നമുക്ക് അത്യാവശ്യം സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈയിൻ്റെ ഒരു തടിയൊക്കെ അനുസരിച്ച് നമുക്ക് അത്യാവശ്യം ലെങ്ത്തിലൊക്കെ ഈ ഒരു ബ്രേസ്ലെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതും ഞാൻ എൻ്റെ കയ്യിൽ വേറെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഒറ്റയ്ക്കിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ വേറൊരാളെ കൊണ്ട് നമ്മുടെ കയ്യിൽ ഇടിയിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. അപ്പം ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇട്ടുകൊണ്ട് ഏറ്റവും ലൂസിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ ഒരു ബ്യൂട്ടിഫുൾ ഇയറിംഗ് ആട്ടോ. ഇത് നമുക്ക് കൂടുതലായിട്ടും ഫ്രോക്കിൻ്റെ കൂടെയും എയർലൈൻ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്ത് നല്ല അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ നല്ല വൈറ്റ് കുർത്തിയോ സൽവാറിൻ്റെ ഒക്കെ കൂടെ പാർട്ടി വെയർസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പാർട്ടി വെയറിന് മാത്രമല്ല, അല്ലാതെ കാഷ്വൽ വെയറിൻ്റെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഇയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ എംബലിഷ്ഡ് ആണ് ആൻഡ് ഓൾസോ ഇതിനകത്ത് ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്. 2 പൂവിൻ്റെ മുട്ടുകളാണ് വരുന്നത്. അതും നല്ല ഓഫ് വൈറ്റ് കളറിലാണ് ഈ 2 പൂമുട്ടുകളും വരുന്നത്. ജസ്റ്റ് ഭയങ്കര സിമ്പിളും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ളൊരു ഇയറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റഡ് ഇയറിംഗ് ആണ്. പക്ഷേ അങ്ങനെ കംപ്ലീറ്റ്ലി സ്റ്റഡ് പോലെ തോന്നിക്കാതെ ജസ്റ്റ് ഒരു ജിംക്കി, ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു ലുക്കിൽ വരുന്ന രീതിക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. സോ ചെറിയ ഇയറിംഗ്സ് ഇഷ്ടപ്പെടാതെ കുറച്ച് വലിപ്പം വേണം എന്ന് തോന്നുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇയറിംഗ് ചൂസ് ചെയ്യാം കേട്ടോ. പാർട്ടി വെയറിൻ്റെ കൂടെയും അതേപോലെ തന്നെ കാഷ്വൽ വെയറിൻ്റെ കൂടെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. നെക്സ്റ്റ് വൺ ഒരു ഇയറിംഗ് സെറ്റാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 3ഉം ഒരേ സ്റ്റൈൽ തന്നെയാണ് വരുന്നത്, പക്ഷേ കളർ വ്യത്യാസമുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ഈ ഒരു ബ്ലാക്ക് കളറാട്ടോ. കുറച്ച് വലുപ്പം ഉണ്ടെങ്കിലും ഒട്ടും വെയിറ്റ് ഒന്നും തോന്നിക്കാത്ത വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ഇങ്ങനെയാണ് ബ്ലാക്ക് ഇയറിംഗ് വരുന്നത്. കൂടുതലായിട്ടൊരു മാറ്റ് ഫിനിഷാണ്. സെയിം സ്റ്റൈൽ തന്നെയാണ്, പക്ഷേ ഇതൊരു സിൽവർ കളറാണ്. ഇപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഷെയ്ഡ് അടിക്കുന്നതുകൊണ്ടാണ് കുറച്ചൊരു റോസ് ഗോൾഡ് പോലെ തോന്നുന്നത്. പക്ഷേ ഇത് സിൽവർ കളറിലാണ് ഈ ഒരു ഇയറിംഗ് വരുന്നത്. സോ സിൽവർ കളർ ഡ്രസ്സസിൻ്റെ കൂടെയും പാർട്ടി ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു സിൽവർ ഇയറിംഗ് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് സിൽവർ ഇയറിംഗ് ഇടുമ്പോൾ ഉള്ളൊരു സ്റ്റൈലിംഗ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെയിം ഡിസൈനാണ്, പക്ഷേ ഗോൾഡൻ കളറിലാണ് ഇയറിംഗ് വരുന്നത്. സോ കൂടുതലായിട്ടും ഗോൾഡൻ ലേസ് ഒക്കെ വരുന്ന ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റും ഒരു സ്റ്റഡ് ഇയറിംഗ് ആണ്, പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ ഇയറിംഗ് ആണ്. പക്ഷേ ഈ ഒരു ബട്ടർഫ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 വിങ്സ് സ്റ്റോൺ സ്റ്റഡഡും മറ്റ് 2 വിങ്സ് സ്റ്റോൺ സ്റ്റഡഡ് അല്ല, പക്ഷെ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. സോ ഈ ഒരു വിങ്സ് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു സൈഡ് വലിപ്പക്കുറവാണ്, ഒരു സൈഡ് വലിപ്പം കൂടുതലാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഹുക്കാണേലും വ്യത്യാസമുണ്ട് കേട്ടോ. സാധാ ഹുക്കിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട്, അതായത് ഇതിൻ്റെ ബട്ടൺസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് നീളം കൂടുതലാണ് ഈ ഒരു ബട്ടൺസിന് വരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഒന്നുമില്ല ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള റിങ് കണ്ടാലോ. ഇത് നല്ല ക്യൂട്ടാണ്, എനിക്ക് ഇതിൻ്റെ സ്റ്റൈലും ഭയങ്കര ഇഷ്ടമായി. കുറച്ച് വെറൈറ്റിയാണ്, ക്രാബ് ഡിസൈനാണ് വരുന്നത്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു ക്യൂട്ട് ക്രാബാണ്. ഇതിൻ്റെ കണ്ണ് രണ്ടും ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്, ബ്ലാക്ക് ഡോട്ട് പോലെ. ആൻഡ് ഓൾസോ എൻ്റെ സൈസ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഈ പറഞ്ഞ സൈസ് തന്നെയായിരുന്നു എൻ്റെ ഹാൻഡ്സിന്, സോ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടായില്ല. ഇനി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഓവർ കളറൊന്നും വാരിക്കോരി ഇട്ടിട്ടില്ല, ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യൂട്ട് ക്രാബ് റിംഗ് ആണ്. ആൻഡ് ഓൾസോ സ്റ്റോൺ സ്റ്റഡഡ് ആണ്. പിന്നെ ഒരു കളർ എന്ന് പറയുമ്പോൾ ഒരു റോസ് ഗോൾഡ് എംബ്ലേഷ്ഡ് ആയിട്ടുള്ള കളറുമാണ് വരുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻസും നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.